നമസ്തേ. ഈ അവയവദാനം എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അവയവദാനം എന്താണ്? അവയവദാനം നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങള് നമ്മൾക്ക് ഒരു പക്ഷേ മസ്തിഷ്ക മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പാർട്സുകള് അത് അറിയിക്കുന്ന ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല കിഡ്നി രോഗമായിട്ടോ അല്ലെങ്കിലൊക്കെ മാറ്റിവെക്കേണ്ട അവസ്ഥയിലൊക്കെ പണമില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ ഇതുപോലുള്ള ആളുകൾക്ക് സന്നദ്ധ സംഘടനകൾ വഴി അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ വാർഡ് കൗൺസിലർ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഇങ്ങനെയൊക്കെയുള്ള പറയുന്ന രീതിയിലുള്ള ആ സംവിധാനത്തിലൂടെ നമ്മൾ ഇതുപോലുള്ള അവയവങ്ങൾ മാറ്റി വെക്കാൻ നമ്മൾ അല്ലെങ്കിൽ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, എൻ്റെ കുടുംബാംഗങ്ങളുടെ അനുവാദത്തോട് പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് അല്ലെങ്കിൽ എൻ്റെ കിഡ്നി, അതുപോലെ ഏതെല്ലാം ഹാർട്ട് ആവട്ടെ, എന്തെല്ലാം പാർട്സുകൾ എന്നിൽ നിന്ന് അത് മാറ്റി എത്രയോ പേർക്ക് ജീവൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ജീവിതം കിട്ടുകയാണെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി ഞാൻ ബന്ധപ്പെട്ട അധികാരികളെയൊക്കെ അറിയിച്ചിട്ടുമുണ്ട്. അതുപോലെ നിങ്ങൾക്കും തന്നെ, നിങ്ങളും നല്ല നമ്മുടെ ഉറ്റവരായ ബന്ധപ്പെട്ട ആളുകളൊക്കെ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ ആ മൃതശരീരം കുഴിയിൽ വെച്ച് അത് പുഴുവരിച്ച് അങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് എത്രയോ ആളുകൾക്ക് ജീവൻ കിട്ടിക്കോട്ടെ അല്ലേ, ജീവിതം കിട്ടിക്കോട്ടെ. അപ്പൊ അതിനുവേണ്ടി നമ്മളെല്ലാവരും സമ്മതപത്രത്തിൽ ഒപ്പിടാനുള്ള ആരെയാണോ കാണേണ്ടെന്നുള്ള രീതിയിലൊക്കെ കണ്ട് അത് നമ്മളെല്ലാവരും അതിന് തയ്യാറാവണം. കാരണം നമ്മുടെ സഹോദരങ്ങൾക്ക് ആർക്കോ ആവട്ടെ, ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക്, കാരണം പണക്കാർക്ക് നമ്മൾ കൊടുക്കുന്നതിൽ വലിയൊരു സംഭവമുണ്ട്. കാരണം അവർക്ക് പണമുണ്ട്. അപ്പൊ ആ പണം ഉപയോഗിച്ച് അവർ ഏജന്റ് വഴി അവർ പല കുട്ടികളെ വരെ അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ വരെ തട്ടിക്കൊണ്ടുപോയിട്ട് നെഗറ്റീവ് കിഡ്നി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ അവരെന്ത് ചെയ്യും? ഒരു 2 ലക്ഷം 1 ലക്ഷം രൂപ കൊടുത്താൽ ഏതെങ്കിലും ആളുകളൊക്കെ ബംഗാളികളൊക്കെ വെച്ച് അതൊരു പക്ഷേ ഇതുപോലെ ഈ ഒരു കിഡ്നി ആളുകളെ കൊന്നോ തലക്കടിച്ചു കൊന്നോ അങ്ങനെയൊക്കെയാണ് ധാരാളം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുപോലെ അല്ല, ഇത് പാവപ്പെട്ട ആളുകളുണ്ട് എന്ന് വെച്ചാൽ കിഡ്നി മാറ്റിവെക്കാനുള്ള ചികിത്സാ ചെലവുകൾ മാത്രമാണ് അവർ നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത് ജനകീയമായ രീതിയിൽ. അല്ല, കിഡ്നി വാങ്ങി കാശ് കൊടുത്ത് മേടിക്കാനൊന്നും കാശുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല, കുറവല്ലേ. അതാണ് ഇപ്പൊ കണ്ണുകൾ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണ് വേറെ ആരിലൂടെ കാണുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് ഒരു വെളിച്ചം കാണട്ടെ. അതുപോലെ കിഡ്നി ആവട്ടെ, എല്ലാ അവയവങ്ങളാവട്ടെ, നമ്മൾ എന്തൊക്കെ കൊടുക്കാമോ അതെല്ലാം കൊടുക്കാനുള്ള സമ്മതപത്രം നമ്മൾ കൊടുക്കണം. ഓരോ മനുഷ്യരും, അത് രാഷ്ട്രീയമോ സംഘടനയോ മതമോ ഒന്നും നോക്കരുത്. അപ്പൊ മതം ദൈവം ഒക്കെ മാറ്റിവെക്കൂ. നമ്മളുടെ ജീവൻ നമ്മുടെ ഹൃദയത്തിൽ തുടിക്കുന്ന ഹൃദയമടക്കം അതൊന്ന് മരണപ്പെട്ടു പോകും.